ചാഴൂരിൽ പാടശേഖര കമ്മിറ്റികളുടെ ശീതസമരം മൂലം 100ഓളം കർഷകർക്ക് നെൽകൃഷി വഴിമുട്ടി. അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്ന പാടശേഖര സമിതികൾക്കെതിരെ കൃഷിഭൂമി തരിശിട്ട് പ്രതിഷേധം. ചാഴൂർ പഞ്ചായത്തിലെ കാരേക്കാൾ 4 മുറി പടവിലാണ് കൃഷിയിറക്കാൻ പറ്റാതായതോടെ കർഷകർ തരിശിട്ട് പ്രതിഷേധിക്കുന്നത്. അന്തിക്കാട് പാടശേഖര സമിതി കാരേക്കാൾ ഉൾപ്പെടുന്ന കോവിലകം പടവിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്ന കർഷകരുടെ സ്ഥിരം പരാതിയെ തുടർന്നാണ് അന്തിക്കാട് പാടശേഖര സമിതിയിൽ നിന്ന് മാറി പുതിയൊരു സമിതി ഉണ്ടാക്കി കൃഷിയിറക്കാൻ തുടങ്ങിയത്. ഇത്തവണ 450 ഏക്കറിൽ കൃഷിയിറക്കിയെങ്കിലും കാരേക്കാൾ 4 മുറി പടവിൽ ശക്തമായ മഴ മൂലം വെള്ളത്തിൽ മുങ്ങിയ 70 ഏക്കറിലെ നെൽച്ചെടികളാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടും വെള്ളം ഇറങ്ങിപ്പോകാതായതോടെ നശിച്ചുപോയത്. അന്തിക്കാട് പടവിന്റെ കൈവശത്തിലുള്ള 500-ാം പടവിലെ മോട്ടോർ പ്രവർത്തിക്കാതിരുന്നതാണ് കൃഷി നശിക്കാനുള്ള പ്രധാന കാരണമായി കർഷകർ പറയുന്നത്. പലതവണ അന്തിക്കാട് കോവിലകം പാടശേഖര സമിതികളോടും ബന്ധപ്പെട്ട കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരോടും പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പറയുന്നു. അന്തിക്കാട് പാടശേഖരമായിട്ട് പിരിഞ്ഞു പോയതിനു ശേഷം ഇവിടുന്ന് വെള്ളം വറ്റിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ കോവിലം പടവിനില്ല. അതായത് 500-ാം തരം മോട്ടർ, അതാണ് ഇവിടുന്ന് വറ്റിക്കാനുള്ളൊരു മോട്ടറായിട്ടുള്ളത്. ഇത് ഇപ്പോൾ അതിൻ്റെ നിയന്ത്രണം അന്തിക്കാട് പാടശേഖരത്തിന്. അപ്പോൾ അവർ ഇപ്രാവശ്യം ഈ മഴ പെയ്ത് വെള്ളം കൂടിയപ്പോൾ ഇത് വറ്റിക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അപ്പോൾ പുതിയൊരു സംവിധാനം ഉണ്ടാവുന്നത് വരെ ഇത് തരിച്ചിട്ട് പ്രതിഷേധിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള കരഭാഗത്ത് നിന്ന് വരുന്ന വലിയ തോതിലുള്ള വെള്ളവും കൃഷി ഇറക്കുന്നതിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. കരഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം തടഞ്ഞ് ഹൈലെവൽ കനാൽ വഴി തിരിച്ചുവിടണമെന്നും പലക ഉപയോഗിച്ചുള്ള സ്ലൂയിസ് മാറ്റി ഷട്ടർ സംവിധാനം ഏർപ്പെടുത്തണമെന്നും കോവിലകം പടവിൽ സ്ഥിതി ചെയ്യുന്ന 500-ാം തറ മോട്ടോർ പ്രവർത്തിപ്പിക്കാനുള്ള അവകാശം തിരികെ വേണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുക 2 പാടശേഖരങ്ങൾ തമ്മിൽ. നമുക്കിപ്പോൾ വെള്ളം വറ്റിക്കാനായിട്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെ പെട്ടിപ്പറയായിരുന്നു. ആ പെട്ടിപ്പറ സംവിധാനങ്ങളെല്ലാം മാറ്റി വെർട്ടിക്കൽ പമ്പ് സെറ്റ് വന്നു. നല്ല രീതിയിൽ പമ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ സർക്കാർ കൊണ്ടുവന്നിട്ടും ഈ പാടശേഖരങ്ങൾ തമ്മിലുള്ള തർക്കം മൂലം കൃഷി നശിച്ചു പോകുന്ന ഒരു അവസ്ഥയും ഇവിടെ കാണുന്നത്. 2 പാടശേഖരം തമ്മിൽ ഒത്തൊരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിളവ് ഇവിടുന്ന് കിട്ടുന്ന ഒരു സംവിധാനമുണ്ട്. പടവിലെ കൃഷി ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാകുന്നതുവരെയെങ്കിലും പടവ് തിരിഞ്ഞു പോകുന്നതിന് മുൻപുണ്ടായിരുന്ന സംവിധാനങ്ങൾ നിലനിർത്താൻ അന്തിക്കാട് പടവ് കമ്മിറ്റി തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. അല്ലാത്തപക്ഷം മേഖലയിൽ കൃഷിയിറക്കാൻ ബുദ്ധിമുട്ടാകുമെന്നും സ്ഥിരം തരിശിടാമെന്നും കർഷകർ പറഞ്ഞു. TCV ന്യൂസ്, തൃപ്രയാർ.